പൊതുരംഗത്തെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സജീവമായി ഇടപെടുന്ന പ്രമുഖരായ മറ്റു വിശിഷ്ട വ്യക്തികൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഔപചാരികമായ യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ സംരംഭം നിർവഹിച്ച് പോകാൻ അനുമതി നൽകിയ സംഘാടകരായിട്ടുള്ള സുഹൃത്തുക്കളോട് ഞാൻ ആദ്യമായി നന്ദി പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ എല്ലാവിധമായ ആശംസയും അഭിവാദ്യവും ഞാൻ അർപ്പിക്കുകയാണ്. പിൽക്കാലത്ത് പലതരത്തിലുള്ള വിവാദങ്ങളിൽപ്പെട്ടതിന്റെ പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലായി നിശ്ചലമാകുകയോ മന്ദീഭവിക്കുകയോ ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് ഏറ്റവും ഒടുവിൽ തത്വണ്ണൻ എന്ന് വളരെ സ്നേഹാദരവോടുകൂടി നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ഈ സംരംഭത്തിനും ഈ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ തന്നെ DHRM എന്ന പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇതര ജനാധിപത്യ മതേതര ശക്തികളോടൊപ്പം ചേർന്ന് നിന്ന് കൂടുതൽ കരുത്തോടുകൂടി ദേശീയ തലത്തിലുള്ള ജനകീയ മുന്നേറ്റത്തിൽ പങ്കാളികളാകാൻ അണ്ണാ DHRM പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള നിങ്ങൾക്കും നിങ്ങളുടേതായ സംഭാവനകൾ, കാലത്തിന് അനുരോധമായിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ അണ്ണാ DHRM പാർട്ടിക്കും അതിന്റെ സംഘടനാ പ്രവർത്തനത്തിനും ഒക്കെ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. വളരെ വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലും ഇത്രയും പേർ ഉത്സാഹഭരിതമായി ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. കൗതുകത്തോടും താല്പര്യത്തോടും കൂടി ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെയും ഹാർദമായി ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച DHRM എന്ന് പറയുന്ന സംഘടനയിൽ നിന്നും ഓരോ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും സമൂഹത്തിൻ്റെ പിന്നോക്കം നിൽക്കുന്ന ജനസമൂഹത്തെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം 2015 വരെ രൂപമായി നിൽക്കുകയും 15 ശേഷം അദ്ദേഹം പറഞ്ഞു എന്ന അറിവിലൂടെ മാത്രം നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ കാണുന്ന നമ്മുടെ സംസ്ഥാന ഓഫീസ് എന്ന് പറയുന്നത്. അണ്ണൻ പോയതിനു ശേഷമുള്ള 1-2 വർഷ കാലഘട്ടം ഇനി എങ്ങനെയാണ് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ എല്ലാം മനസ്സിൽ നിൽക്കുമ്പോഴാണ് 2019 നമ്മുടെ അണ്ണന്റെ പേരിൽ തന്നെ നമ്മുടെ പാർട്ടി ഇനി അറിയപ്പെടണം എന്ന തരത്തിലേക്ക് 2019 അണ്ണാ ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് എന്ന പേരിലേക്ക് പാർട്ടിയുടെ രജിസ്ട്രേഷൻ ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരത്തോടെ നമ്മൾ തുടക്കം കുറിക്കുന്നു. ആ ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരത്തിന് വേണ്ടി പാർട്ടിയുടെ തുടക്കത്തിന് വേണ്ടിയുള്ള എല്ലാ രേഖകളും സമർപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഏക ഒരു മനോവേദന എന്ന് പറയുന്നത്, എവിടെയായിരിക്കും നമുക്കൊരു സംസ്ഥാന ഓഫീസിന്റെ തുടക്കം കുറിക്കേണ്ടത്? ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത, ചെന്ന് കയറാനൊരു സ്ഥലം പോലും ഇല്ലാത്ത നമ്മൾ ഈ ഓഫീസിന്റെ തുടക്കം എവിടെ വേണമെന്ന് ചോദിക്കുന്നതോ ആ കാണുന്ന വീട്ടിലെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഉഷാ കൊട്ടാരക്കര, അതോടൊപ്പം തന്നെ ടീച്ചറിന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയ നമ്മുടെ അശോകൻ സാറിനടുത്തും ഒരു ദിവസം രാത്രിയാണ് ഞാൻ ചോദിക്കുന്നത്, സാറേ, ടീച്ചറെ, നമുക്കൊരു പാർട്ടിയുടെ ഓഫീസിന്റെ തുടക്കം വേണം, അതിന് ആ വീട് അഡ്രസ് തരൂ എന്ന് ചോദിക്കുന്നു. ആ ചോദിച്ച ഒരു നിമിഷം പോലും ചിന്തിക്കാതെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുത്ത പഠനമുറി പൂർത്തീകരിച്ച വേളയിലാണ് ഞാനത് ചോദിക്കുന്നത്. ആ രണ്ടുപേരും പറഞ്ഞത്, സാറേ, സാർ എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനത്തിനോടൊപ്പം നമ്മളുണ്ട് എന്ന് പറയും. ഒരാശ്രയവുമില്ലാതെ, ഒരു നേരം ആഹാരം കഴിക്കാൻ പോലും ശേഷിയില്ലാത്ത ഈ രാജ്യത്തെ ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഏതൊരു പൗരനും ഏത് നിമിഷവും ഇവിടെ വരാനും തങ്ങാനും ഒരു നേരം ആഹാരം കൊടുക്കാനും ഉള്ള ഒരു ആശ്രയ കേന്ദ്രമായിട്ടായിരിക്കും നമ്മുടെ പാർട്ടി ഓഫീസ് നാളെ മുതൽ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. യജമാൻ അയ്യങ്കാളിയുടെയും ബാബാ സാഹേബ് അംബേദ്കറുടെയും പൂർവ്വപിതാക്കന്മാരുടെയും നമ്മുടെ അണ്ണന്റെയും നാമധേയത്തിൽ ജനാധിപത്യം വിജയിക്കട്ടെ.